ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കെന്താ അവരുടെ സുഖമാണ് കേട്ടോ. രാവിലെ തന്നെ മുറ്റമടിക്കലും പുറത്ത് പടിയുടെ അവിടെയൊക്കെ അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സമാധാനത്തിൽ ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. എപ്പോഴും ചെടി നനയ്ക്കാറുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് ഞാൻ കൂടുതലായിട്ടും ചെടി നനയ്ക്കാറ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ നനയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീൻ. അപ്പോൾ അപ്പുറത്ത് കല്ലുമായി നിന്നിട്ട് ക്യാമറ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കല്ലുമായി കഞ്ഞിവെള്ളം എടുക്കാൻ പോവുകയാണ്. അവിടെ മാടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കാൻ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ സ്ഥിരമായിട്ട് ഞായറാഴ്ച പൊതുവേ ഈ മീൻകാരൻ ചേട്ടൻ്റെ തന്നെ വാങ്ങുള്ളൂ. സ്ഥിരമായിട്ട് എപ്പോഴും വാങ്ങണത് ഞാൻ പറഞ്ഞില്ലേ, 3 മീൻകാരൻ ചേട്ടനുണ്ട്. അവരെ നിന്നും 3 നിന്നും വാങ്ങും. ഇങ്ങനെ നല്ല മീനൊക്കെ ആണെങ്കിൽ പിന്നെ ദേ കാവ്യ പോകുമ്പോൾ കാവ്യനെ കുറച്ച് നനച്ച് അങ്ങനെ വെറുതെ ഓരോ കുറുമ്പുകളൊക്കെ കാണിക്കാറുണ്ട്. വെറുതെ ഇങ്ങനെ ഓസടിച്ച് നനയ്ക്കും. പിന്നെ പക്ഷികൾക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിറച്ചതാണ്. അത് കഴിഞ്ഞതേ മീൻ അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പാത്രം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പാത്രം എടുത്തിട്ട് വരികയാണ്. അപ്പോഴേക്കും ഈ ഏട്ടനാവുമ്പോൾ എപ്പോഴും സിലോപ്പിയ മീനാണെങ്കിൽ ആശാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. വേറൊരു ഏട്ടനാണെങ്കിൽ ചെയ്ത് തരില്ല. അപ്പോൾ മീൻ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. വലിയ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തിയും വാങ്ങി സിലോപ്പിയും വാങ്ങി. അതിന് മുന്നേ തന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു വർക്കിന്. സമയമായി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനിവിടെ തന്നെ ഈ ഏട്ടൻ ക്ലീൻ ചെയ്ത് തരുമല്ലോ, അതുകൊണ്ടാണ് ഇവരുടെ തന്നെ ഞായറാഴ്ച വാങ്ങണത്. ഇല്ലെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിലോപ്പി മീനൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ അവരിതാ പിള്ളേർ രണ്ടാളും ഉറങ്ങിയണീറ്റ് വന്നിട്ട് നിൽക്കുകയാണ്. മീൻ കട്ട് ചെയ്യണതൊക്കെ നോക്കിയിട്ട് അവന്മാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മീനും ഉണ്ടല്ലോ, മീനും വീഡിയോ എടുക്കലും എല്ലാം കൂടെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. ചെളുക്കെല്ലാം കളഞ്ഞ് അവരവരുടെ കത്തിയും കത്രിയൊക്കെ നല്ല മൂർച്ചയല്ലേ. അപ്പോൾ ആ ഏട്ടൻ നല്ല വൃത്തിയാക്കി തന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആശാൻ ഇങ്ങനെ ഇതാ ഇപ്പുറത്തെടുത്തോ അങ്ങനെ എടുത്തോ ഇങ്ങനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ മീനിനെയൊക്കെ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അടിയിൽ വെച്ചിരിക്കുന്ന മീനിനെയൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ ഒരു എന്താണ് വാളമീനോ മൊയ് മീനോ അങ്ങനെ എന്തോ വേറൊരു മീനും കൂടെ ഉണ്ട്. അങ്ങനെ 3 ഐറ്റം മീനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞായറാഴ്ചയൊക്കെ രാവിലെ നേരത്തെ വരും. നമ്മൾ ഉറങ്ങിയെണീക്കുന്നതിന് മുന്നേ വരും. എപ്പോഴും ഈ ഏട്ടൻ്റെ സൗണ്ട് കൊണ്ടായിരിക്കും നമ്മൾ എണീറ്റ് വരുന്നത്. മീൻ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വരും. ഭാവിയിൽ ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ടേ ഇവന്മാർ രണ്ടാളിൽ നോക്കി പഠിക്കാൻ പറയുകയാണ്. രണ്ടാളും കാര്യമായിട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകണം. അപ്പോൾ വേറെ പിള്ളേർ വരുമ്പോഴേക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് മത്തി വാങ്ങി. മത്തിയൊന്നും ക്ലീൻ ചെയ്ത് തരില്ല കേട്ടോ. സിലോപ്പിയ ക്ലീൻ ചെയ്ത് തന്ന് മത്തി വാങ്ങിയിട്ടുണ്ട്. ഒരു മറ്റേ നങ്കിമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു, മാന്തളയും. പിന്നെ ഇനിയും പണിയുണ്ട്. അവർ കഴുകി തന്നാലും നമുക്കും കൂടെ കുറച്ചും കൂടെ പണിയുണ്ടല്ലോ. ഞാൻ പോയിട്ടേ ഈ മത്തിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഇത് കുറച്ച് നേരം കഴുകാനിരുന്ന സമയമാവും. എനിക്ക് ഞായറാഴ്ച ഫണ്ടുള്ളതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണ്ടേ. അങ്ങനെ മീൻ കറിക്കുള്ളത് വേറെ, ഫ്രൈ ചെയ്യാനുള്ളത് വേറെ, മത്തി കറിക്കുള്ളത് വേറെ, മത്തി വറുക്കാനാണ് അതിനുള്ളത് എല്ലാം വേറെ വേറെ ആക്കിയിട്ട് ഇനി അതൊക്കെ ഒന്ന് മുളക് തിരുമ്പി വെക്കണം. മത്തി നോക്ക്, ഇത്തവണ നല്ല വലിയ മത്തി, എൻ്റെ കൈയുടെ അത്രയും വലിയ മീനാണ്. നല്ല വലിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൽ മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മുട്ടയുണ്ടാവും വിചാരിച്ചു. വലിയ മീനായപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയുണ്ടാവും വിചാരിച്ചു. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. പക്ഷേ ഉണ്ടായിരുന്നില്ല. കുഞ്ഞു മുട്ട ആവണേ ഉള്ളൂ. അപ്പോൾ അതൊന്നും എടുക്കാൻ പാകത്തിനായിട്ടില്ല. പിന്നെ അതിനൊക്കെ കളഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെ ഇവിടെ അടുത്തൊരു ചെറിയ പരിപാടിയും എല്ലാം മീനൊക്കെ ഞാൻ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് തല കാണിക്കണം. കുറച്ച് നേരം അവിടെ പോയി നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ റെഡി ആയതാണ്. അപ്പോഴാണ് ഇതാ അക്ഷയക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന് നേരെ അക്ഷയക്കുട്ടിയാണെന്ന്. അപ്പോൾ മുടി ആളുടെ നല്ല ഭംഗിയുള്ള മുടിയാണ് കേട്ടോ. നല്ല നീളമുള്ള മുടിയാണ്. ഇപ്പോൾ വെട്ടിയതാണ്. അപ്പോൾ മുടി ഞാൻ കെട്ടിത്തരും. ഞാൻ മുടി കെട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും ഫാഷനിലൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ മുടിയിൽ പരീക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് പെൺകുട്ടികളില്ലല്ലോ. അപ്പോൾ അതിന് ഏതെങ്കിലും പെൺകുട്ടികളിനെ കിട്ടിയാൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. അക്ഷയക്കുട്ടി മാക്സിമം എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ തന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഞാൻ മുടി കെട്ടിക്കൊടുത്തത് ഭയങ്കര ഇഷ്ടമായി. അപ്പം എന്നാൽ പിന്നെ ഞാൻ തന്നെ ആൻറ്റി മേക്കപ്പും കൂടെ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഓ ശരി പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. പിന്നെ ബാക്കി കുറച്ച് മേക്കപ്പ് അമ്മ ചെയ്യാമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട, ഇല്ല ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ തന്നെ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പൊട്ട് വെച്ച് കൊടുത്ത് ഐലൈനർ ഇട്ട് കൊടുത്ത് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ചോപ്പിച്ച് കളറൊക്കെ, അതൊക്കെ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഐ ഷാഡോ ഇടുന്നതൊക്കെ. അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത് മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഫണ്ടും അപ്പുറത്ത് നടക്കുന്നുണ്ട്. പിന്നെ തങ്കമണി മേമ വന്ന് വീഡിയോ കണ്ടത് തങ്കമണി മേമ ഓടി എപ്പോഴും മേമ അയ്യോ ആരെങ്കിലുമൊക്കെ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് മേമ എപ്പോഴും വീഡിയോ കണ്ടാവുണ്ട്. പക്ഷെ ഞാൻ മേമ അറിയാതെ വീഡിയോ എപ്പോഴും എടുക്കാറുമുണ്ട് കേട്ടോ. കണ്ടില്ലേ ഞാൻ മുടി കെട്ടിയത് ഞാൻ അന്ന് കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയാണോ ഹെയർ സ്റ്റൈൽ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഞാനത് ഇനിയൊരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് ഹെയർ സ്റ്റൈൽ മാത്രമായിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഓരോ സമയക്കുറവ് കണ്ടില്ലേ, എൻ്റെ മുടിയിൽ ഇങ്ങനെയുള്ള ചുരുണ്ട മുടി ആയതുകൊണ്ട് എന്ത് ഹെയർ സ്റ്റൈലാക്കിയാലും ഭംഗിയുണ്ടാവില്ല. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ നിറച്ചും എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇന്ന് കുളിച്ചത്. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങിയൊന്നിരിക്കില്ല കേട്ടോ. ഞാൻ സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നാടൻ കുട്ടിയായിട്ട് അങ്ങനെ കണ്ണ് മാത്രം എഴുതിയിട്ട് പൊട്ടൊക്കെ വെച്ചതാണ്. ഇത് ഞാൻ കുട്ടിക്ക് റെഡിയാക്കി കൊടുത്തത്. അത് ഇങ്ങനെ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും കുറയും കേട്ടോ. വലിയ ഓവറൊന്നും ആയിട്ടില്ല. അതേ കളിയ മുടിയൊക്കെ നല്ല മുടിയാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതേ മുടിയൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടണത് പോലെ എനിക്ക് എൻ്റെ മുഖത്ത് അങ്ങനെയാണ് ഭംഗി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് അതുപോലെ കെട്ടിക്കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞിക്ക് പിന്നെയും വിശക്കണോ പറഞ്ഞു. അപ്പോൾ പാലുണ്ടായിരുന്നപ്പോൾ അത് കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നും ഇവന്മാർക്ക് നമ്മൾ രാവിലെയും പാല് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവർ കുടിക്കാതായപ്പോൾ നമ്മളത് നിർത്തിയതാണ്. അപ്പോൾ ഇന്നും കുഞ്ഞി എപ്പോഴൊന്നും ചോദിക്കാറൊന്നുമില്ല. അപ്പം അമ്മ ഇന്ന് എനിക്കിത്തിരി പാല് കാച്ചി തരുമോ എന്ന് പറഞ്ഞു. അതായത് ഹോർലിക്സ് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ ബൂസ്റ്റാണ്, ഹോർലിക്സ് അല്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ പാല് കാച്ചി കൊടുത്താണ്. ഒരു 11-12 ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരാൾക്ക് കാച്ചി കൊടുത്താൽ പറ്റില്ലല്ലോ, രണ്ടാൾക്കും പാല് കാച്ചി കൊടുക്കണം. അങ്ങനെ രണ്ടാൾക്കും പാല് കാച്ചി കൊടുത്തപ്പോൾ അവന്മാർ ബൂസ്റ്റിട്ട് അവന്മാരുടെ പരിപാടി അവർ ഇളക്കി അവർ കുടിച്ചോളും. കുട്ടികളൊക്കെ വലുതായല്ലോ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ തന്നെ ബൂസ്റ്റൊക്കെ ഇളക്കി കൊടുക്കാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ തലയിട്ട് നമുക്ക് കറി വയ്ക്കണം. ഞാൻ ഇന്ന് കുറച്ച് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണ് മീൻ കറി വെക്കണത്. ഇവിടെ ഏട്ടൻ എപ്പോഴും മുളക് കറി, അതായത് മീൻ ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. തറവാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആളുള്ളത് കൊണ്ട് തേങ്ങ അരച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ നമ്മൾ മാറിയതിന് ശേഷമൊന്നും തേങ്ങ അരച്ച് വെക്കണില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഇത്തിരി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഒന്നും നോക്കണ്ടല്ലോ. ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താണോ അത് തന്നെയാണല്ലോ ഡിന്നറും. അപ്പോൾ മീൻ വറുത്തതും മീൻ കറിയും തന്നെ ധാരാളമാണ് രാത്രിക്കും കൂടെ. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഒരു വെക്കൽ വെച്ച് കഴിഞ്ഞാൽ ചോറാണെങ്കിലും ഒറ്റ വെപ്പ്, അതോടുകൂടി രാത്രി വരെ മതി. പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് വയ്ക്കുക. തേങ്ങ അരച്ചൊഴിച്ച് ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയതിന് ശേഷമാണല്ലോ തേങ്ങ അരച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് എന്നിട്ട് തിളച്ചതിന് ശേഷം മീനിൻ്റെ തലയാണ് ഇടുന്നത്. വാലും ഇടഭാഗമൊക്കെ വറുക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വറുക്കാനുള്ളതും അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മത്തിയും ഉണ്ട് വറുക്കാൻ, നല്ല വലിയ മത്തിയല്ലേ. അപ്പോൾ അങ്ങനെ സിലോപ്പിയും മത്തിയും ഉച്ചയ്ക്കുള്ളിക്കുള്ളത് മാത്രം വറുക്കണേയുള്ളൂ. രാത്രിയേ വറുക്കുള്ളൂ, ചൂട്ടോടെ വറുക്കാനുള്ളത് മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. കറി പിന്നെ ഇപ്പം തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞല്ല വരിക്കുട്ടിയാണ് പറഞ്ഞത്, എന്തേലും ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരി എന്നാൽ പിന്നെ മീനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ കൈയോടെ തന്നെ അടച്ചു വെക്കും, ഇല്ലെങ്കിൽ അപ്പുറത്തൊക്കെ ചുറ്റും തെറിച്ചിട്ടുണ്ടാവും. എപ്പോഴും അങ്ങനെ അടച്ചു വെക്കാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത്. പക്ഷേ ഇത്തവണയൊക്കെ ഞാൻ അടച്ചു. ഈ സിലോപ്പി മത്തീൻ്റെ ഈ മുട്ടൻ്റെ ചെറിയ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അതിൻ്റെ വറുത്തെടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തേങ്ങയും വെല്ലവും ഉള്ളിൽ വെച്ചിട്ട് അരിപ്പൊടിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, അങ്ങനെ കുറച്ച് കൊഴുക്കട്ട ഒരു സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത സെറ്റിന് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
കൂടുതലൊന്നുമില്ല, ചൂടാണ്. ഈ 2 സെറ്റ് തന്നെ വെച്ചിട്ടേ ഉള്ളൂ, കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അധികമില്ല. ഈ വരിക്കുട്ടി അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയും വെല്ലവും മാത്രം സ്പൂൺ കൊണ്ട് കോരി കഴിച്ചിട്ടേ അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് പോയിരിക്കുകയാണ് വേറെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്